ഇതെങ്ങനെയാണ് അവർ ഈ ഒരു ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനകത്ത് ബോർഡ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, ക്യാമറ സെറ്റപ്പ് ഉണ്ട്, എല്ലാതരം സംഭവങ്ങളുണ്ട്, പക്കമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അത്രയും സ്ലിം ആയൊരു ഫോണാണ്. ഇത് ആദ്യമായിട്ടാണ് നമ്മളൊരു ഫോൺ കിട്ടിയിട്ട് അത് ഇത്രയും കനം കുറവാണല്ലോ, ഇതങ്ങനെ ഒടിഞ്ഞു പോകുമെന്ന് ഇങ്ങനെ വളച്ചൊടിച്ച് ഒക്കെ നമുക്ക് ഡ്യൂറബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ഒരു അവസ്ഥ ആദ്യമായിട്ടാണ്. അത്രയും സ്ലിം ആയ ഒരു ഇൻഹാൻഡ് ഫീലാണ് ഇത്. ആദ്യമായിട്ടാണ് നമുക്ക് ഒരു ഫീൽ. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതിന് കർവ്ഡ് ഡിസ്പ്ലേയും കൂടിയാണ്. അതുകൊണ്ട് ഇത്രയും സ്ലിമ്മിൻ്റെ ഈ കർവ്ഡ് ഡിസ്പ്ലേ വന്നപ്പോൾ വളരെ സ്ലിം ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. വേൾഡ് സ്ലിമ്മസ്റ്റ് കർവ്ഡ് ഡിസ്പ്ലേ ഫോൺ എന്നാണ് ഈ ഫോണിനെ പറയുന്നത്. സോ നിങ്ങൾക്ക് സ്ലിം ആയൊരു ഫോൺ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ബഡ്ജറ്റ് റേഞ്ചിൽ 20,000 താഴെയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലി ഓപ്ഷൻ ഇത് തന്നെയാണ്. കണ്ടു നോക്കിക്കോളൂ. ഒരു അൺബോക്സിംഗിന് ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഫോൺ ഇതാണ് ടെക്നോ പോവ സ്ലിം 5G. ഈ ഇടയായിട്ട് ഇവർ നല്ല നല്ല ഫോണുകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വിരോധമൊന്നുമില്ലെങ്കിൽ കണ്ടു നോക്കാം അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഇതാണ് ബോക്സ്. സ്ലിം 5G എന്നാണ് ഇതിന്റെ പേര്. പോവ സ്ലിം 5G നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് വേറൊരു ബോക്സ് ആണ് കാണുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട ചില സാധനങ്ങളുണ്ട്, ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് മാറ്റി വെച്ചാൽ ടെമ്പേർഡ് ഗ്ലാസ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ടെമ്പേർഡ് ഗ്ലാസ് ആണ്. സ്റ്റിക്കർ അല്ല കൊടുത്തിരിക്കുന്നത്, നല്ല കാര്യം. അതേപോലെ തന്നെ ഹാർഡ് കേസ്, നല്ല സ്ട്രോങ് ആയ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. സോ പ്രൊട്ടക്ഷനായി മാറ്റി വെക്കാം. ഈ കാണുന്നതാണ് ഫോൺ. ടെക്നോ പോവ സ്ലിം 5G എന്ന സ്ലിം ആയ ഫോൺ ഈ കാണുന്നതാണ്. ഡിസൈൻ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നു, പക്ഷെ സ്ലിം എന്ന് പറഞ്ഞാൽ പക്ക ഫീലാണ്. കർവ്ഡ് ഡിസ്പ്ലേയും കൂടി ആയതുകൊണ്ട് നൈസാണ്. ഇതിലേക്ക് കൂടുതൽ വരാം. അതിന് മുമ്പ് ബോക്സിൽ ചാർജർ, ചാർജിങ് കേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ലാസ്റ്റ് വരാം. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. സോ അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. സോ അപ്പോൾ ഈ ഒരു ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേൾഡ് സ്ലിമ്മസ്റ്റ് 3D കർവ്ഡ് ഫോൺ എന്നാണ്. 3D കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ എന്നുള്ളതാണ്. 5.95 mm തിക്നെസ്സേ വരുന്നുള്ളൂ. ഒപ്പം തന്നെ ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വെയിറ്റ് ഒക്കെ വളരെ കുറവാണ്, 156 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. സോ വളരെ ലൈറ്റ് വെയിറ്റും ആണ്. ബാക്ക് പാനൽ ഫ്രെയിം ഒക്കെ പോളി കാർബണേറ്റ് ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ട് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്. സ്കൈ ബ്ലൂ, സ്ലിം വൈറ്റ്, കോൾ ബ്ലാക്ക്, അങ്ങനെ 3 കളറിലാണ് വരുന്നത്. ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ ഇതിന്റെ പുറകിൽ ഒരു ഡൈനാമിക് മൂഡ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്. ക്യാമറയുടെ ചുറ്റുമായിട്ട് ആ ഒരു ലൈറ്റ് മിന്നുന്നത് കാണാം. നമ്മൾ എടുക്കുമ്പോഴും പല രീതിയിൽ വർക്ക് ചെയ്യും. നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. മൂഡ് ലൈറ്റ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. പലതരത്തിലുള്ള ഓപ്ഷനുകൾ, ചാർജിങ്ങിൽ വേണോ, ലോ ബാറ്ററി റിമൈൻഡ് വേണോ, വോയിസ് അസിസ്റ്റന്റ് വേണോ, അങ്ങനെ എന്തിനു വേണോ, നോട്ടിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങൾക്കും ഇത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നി തെളിഞ്ഞ് നിൽക്കും. വെറൈറ്റിയാണ് മൂഡ് ലൈറ്റ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ താഴെ ഡുവൽ നാനോ സിം സ്ലോട്ട്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്, ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ഡോൾബി അറ്റ്മോസ് ബ്രാൻഡിംഗ് ഒക്കെ കാണാം. അതായത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വിത്ത് ഡോൾബി സൗണ്ട് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ തന്നെ ഒന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം കേട്ടോ. പിന്നെ IP64 വാട്ടർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ മിലിറ്ററി സ്റ്റാൻഡേർഡ് 810H സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് സാരം. ഞാൻ പേടിച്ച പോലെ അങ്ങനെ ഡ്യൂറബിലിറ്റിക്കൊന്നും പ്രശ്നമില്ല. നല്ല പ്രൊട്ടക്ഷനോട് കൂടിയാണ് സാധനം ഇറക്കിയിരിക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ, ഓവറോൾ ഫീൽ എന്ന് പറയുന്നത്. പക്ഷേ ഫീൽ പൂർണ്ണമാണെങ്കിൽ ഡിസ്പ്ലേ കൂടി പറയണം. 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന 144 ഹെർട്സിന്റെ തന്നെ 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും 1.5K ഡിസ്പ്ലേ ആണ്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് അടക്കം. സോ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. ഒപ്പം തന്നെ ഇതിൽ 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും ഹൈ ബ്രൈറ്റ്നസ് മോഡ് 1600 നിറ്റ്സ് വരുന്നുണ്ട്. വിസിബിലിറ്റിക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ ഇത് ഉപയോഗിച്ച് നോക്കിയതാണ്. സെറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒപ്പം തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി സൗണ്ട് അടക്കം വരുന്നുണ്ട്. സോ മീഡിയ എക്സ്പീരിയൻസിന് യാതൊരു പ്രശ്നവുമില്ല. കർവ്ഡ് ഡിസ്പ്ലേയും കൂടി ആയതുകൊണ്ട് കയ്യിൽ പിടിക്കുമ്പോഴും ആ ഒരു നല്ല ഫീൽ ഉണ്ട്. സോ ഇപ്പോൾ ഈ ഫോണിന്റെ ഡിസൈനും ഡിസ്പ്ലേ മനസ്സിലാക്കുമ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും അറിയട്ടെ എങ്ങനെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുകൂടി. എൻ്റെ മാത്രം ഒപ്പീനിയൻ അറിഞ്ഞാൽ പോരല്ലോ. സോ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്തിട്ട് പോകണേ. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ Dimensity 6400 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഒപ്പം തന്നെ LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ഒക്കെയാണ് വരുന്നത്. സാധാരണ യൂസിനൊന്നും ഒരു വിഷയമില്ല. ഞാൻ Asphalt 9 പോലുള്ള ഗെയിമുകളൊന്ന് കളിച്ച് നോക്കി, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം ചെറുകിട ഗെയിം കളിക്കാനും പിന്നെ സാധാരണ യൂസിനാണെങ്കിൽ ഒരു വിഷയമില്ലാതെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. iOS 15, Android 15 ബേസ്ഡ് ആണ് ഇപ്പോൾ തന്നെ. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ നെറ്റ്വർക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നുള്ളത് ഇവർ പറയുന്ന ഒരു കാര്യമാണ്. ഇന്റലിജന്റ് സിഗ്നൽ ഹബ് സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. 4x4 മെമോ ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ആ വക കാര്യങ്ങളിലും ഇത് നന്നാക്കി കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ നോ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിന്റെ ഡയലറിന്റെ ഭാഗത്ത് നമുക്ക് വരും. അതായത് ഫ്രീ ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാം നമുക്ക്. ആ ഫ്രീ ലിങ്കിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ടെക്നോ ഫോണിൽ നിന്ന് മറ്റ് ടെക്നോ ഫോണുകളെ ഇങ്ങനെ പരസ്പരം സ്കാൻ ചെയ്ത് ഇവർ കണക്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്ത് സംസാരിക്കാൻ പറ്റും. സിം വേണ്ട, സിം ഇല്ലെങ്കിലും കോൾ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഫ്രീ ലിങ്ക് എന്ന് പറയുന്ന നോ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിന്റെ ബാറ്ററി, ഇത്രയും സ്ലിം എന്ന് പറയുമ്പോഴും ബാറ്ററി വല്ലാണ്ട് കുറച്ചിട്ടൊന്നുമില്ല. 5160 mAh, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രൈസിന് നല്ല ബാറ്ററി സെറ്റപ്പ്
സെറ്റപ്പും നല്ല ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഇത്രയും സ്ലിം ആയ ഫോൺ എന്ന് പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും അടിപൊളിയാണ്. 60 മാസത്തെ ഒരു ഫ്ലുവൻ്റ് ആയ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി ഇതിന്റെ ക്യാമറ കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും മൊത്തത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളത്. സാമ്പിൾസ് കണ്ട് നോക്കിക്കോളൂ. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്, 2 മെഗാ പിക്സലിന്റെ ഒരു AIGC പോർട്രേറ്റ് ക്യാമറയും വരുന്നുണ്ട്. അങ്ങനെ ഡുവൽ ക്യാമറയാണ് ബാക്കിൽ. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വിത്ത് AIGC പോർട്രേറ്റ് എന്ന് പറയുന്ന സംവിധാനമാണ്. ഈ കാണുന്ന തരത്തിലുള്ള ഫോട്ടോസൊക്കെയാണ് കിട്ടുന്നത്. 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഒരു വില കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു പോരായ്മയായിട്ട് തോന്നി. പക്ഷേ എന്നാലും ഫുൾ HD വീഡിയോ കിട്ടുന്നത് ഈ ക്വാളിറ്റിയിലാണ്. നിങ്ങൾക്ക് ഇത് മതിയോ എന്നുള്ളത് നിങ്ങൾ നോക്കും. സെൽഫി ക്യാമറ കൊണ്ടും മെയിൻ ക്യാമറ കൊണ്ടും ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ഓക്കെ ആവുമോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. 4K ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളി എന്ന് പറയാമായിരുന്നു. ഇത് പതില്ല. പിന്നെ AIGC പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഓപ്ഷൻ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയോ ഒന്ന് പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി തരും. ഞാനിത് മുൻപ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇത് ഒരെണ്ണം, അടുത്തത് ഇങ്ങനെ പല സ്റ്റൈലിലേക്ക് ആക്കി തരും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ നമ്മളെല്ലാ ഫോണുകളിൽ ഇപ്പോൾ വരുന്ന ആ സാറന്മാരെ കുറിച്ച് പറയണ്ടേ, AI ഫീച്ചേഴ്സുകളെ കുറിച്ച് എല്ലാം ഉണ്ട്. സർക്കിൾ ടു സെർച്ച്, ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അതേപോലെ സൈഡ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ജെമിനി വരും. പിന്നെ ഇവരുടെ എല്ലാ AI, ടെക്നോ AIയുടെ കൂട്ടത്തിൽ എല്ലാ AI എന്ന് പറയുന്ന AI അസിസ്റ്റന്റും വരുന്നുണ്ട്. അത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. നമുക്കിവിടെ ജെമിനി മാറ്റിയിട്ട് എല്ലാ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സൈഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ വരും. ഇനി എല്ലാ AIയോടും നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ, നോ ഇഷ്യൂ. അതായത് നമ്മൾ സാധാരണ ഗൂഗിളിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ലോക എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു, നല്ല സിനിമയാണ് കേട്ടോ, അടിപൊളി പടമാണ്. വേണമെങ്കിൽ കാണാത്തവരെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അതിൻ്റെ റിവ്യൂ നമ്മുടെ മറ്റേ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. അത് വിജയിച്ചോ, എന്താണ് അതിൻ്റെ റിവ്യൂ എന്നുള്ളത് നമുക്ക് ഇതിനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, പടം നല്ല റിവ്യൂ ആണ്, പോസിറ്റീവ് റിവ്യൂ ആണെന്നൊക്കെയാണ് പറയുന്നത്. സോ തീർച്ചയായിട്ടും കാണാം നിങ്ങൾക്ക് പോയിട്ട്. പിന്നെ AI കോൾ അസിസ്റ്റന്റ്, അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓട്ടോ ആൻസർ ഉണ്ട്, കോൾ സമ്മറി ഉണ്ട്, റിയൽ ടൈം കോൾ ട്രാൻസ്ലേറ്റർ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോൾ അസിസ്റ്റന്റ് ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ റൈറ്റിംഗ് ടൂള്, നമ്മൾ നോട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ജനറേറ്റ്, പ്രൂഫ് റീഡ്, സമ്മറൈസ്, ഫ്രണ്ട്ലി, പ്രൊഫഷണൽ, കൺസൈസ്, അങ്ങനെ പല തരത്തിലേക്ക് നമുക്ക് ഈ ടെക്സ്റ്റുകളെ മാറ്റി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ റൈറ്റിംഗ് ടൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇമേജ് ടൂൾ, നമ്മൾ എടുക്കുന്ന ഫോട്ടോസിനെ ക്ലാരിറ്റി കൂട്ടണോ, നമുക്ക് കുറച്ച് ക്ലാരിറ്റി കൂട്ടാനുള്ള സംവിധാനം ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ AI ഇറേസർ, നമുക്ക് ഏതെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ അത് ഡിറ്റക്ട് ചെയ്ത് അതിന് ഇറേസ് ചെയ്തോളും. പിന്നെ ഒരു ഇമേജിനെ ഇത്തിരി വലുതാക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഇമേജ് എക്സ്പാൻഡർ കൊടുത്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ വലുതാക്കി എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നല്ല കാര്യം കൂടിയുണ്ട്, പ്രൈവസി ബ്ലറിംഗ്. നമ്മളിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു, അത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ആ സ്ക്രീൻഷോട്ടിനൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതിലേതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടേക്ക് ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് അവിടെ വരച്ചു കൊടുത്താൽ അത് ബ്ലറായി നിന്നോളും. അത് പല തരത്തിൽ നമുക്ക് പല ഡിസൈനിൽ ബ്ലർ ചെയ്യിക്കാൻ പറ്റും. അതിൻ്റെ ഓപ്ഷനൊക്കെ അവിടെയുണ്ട്, മാറി ഉപയോഗിച്ച് നോക്കുക. സോ പ്രൈവസി ബ്ലർ എന്ന അങ്ങനത്തെ ഒരു നല്ല ഫീച്ചറും വരുന്നത്. സോ ഓവറോൾ ഈ ഒരു ഫോൺ അത്യാവശ്യം സ്ലിമ്മായ, അത്യാവശ്യമല്ല ഏറ്റവും സ്ലിമായ, 20,000 താഴെ ഏറ്റവും സ്ലിമ്മായ 3D കർവ് ഡിസ്പ്ലേ ഉള്ള, നല്ല ബാറ്ററി ലൈഫുള്ള, തരക്കേടില്ലാത്ത ക്യാമറയുള്ള നല്ല ഫോണായിട്ട് തന്നെ തോന്നുന്നു എനിക്ക്. നമ്മളൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നന്നായിരിക്കുന്നു എനിക്ക് ഇതുവരെ ഉപയോഗിച്ചതിൽ. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ മൊത്തത്തിൽ ടെക്നോ പോവ സ്ലിം 5G എന്ന ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 19,999 ആണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ചെക്ക് ചെയ്യുക, താല്പര്യമുള്ളവർക്ക്. ആ പ്രൈസിന് കുഴപ്പമില്ലാത്ത റേറ്റ് ആണെന്ന് തോന്നുന്നു. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് റഷ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇവർ നടത്തുന്നുണ്ട്. അതിനകത്തുനിന്ന് ലക്കി വിന്നേഴ്സിന് ഗോൾഡ് വൗച്ചേഴ്സ് ഒക്കെ വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അഷോർഡ് ഗിഫ്റ്റുകൾ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സോ അപ്പോൾ പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ. ചിലപ്പോൾ ഒരു ഗോൾഡ് അല്ലെങ്കിൽ എന്തെങ്കിലും അഷോർഡ് ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, മിസ്സാക്കണ്ട. സോ അത്രയുമാണ് ടെക്നോ പോവ സ്ലിം 5Gയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.